നമ്മുടെ വീട്ടിൽ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിയോ. അപ്പോൾ നമുക്ക് മിന്മിനി ചേച്ചിയാണ് നമുക്കിതെല്ലാം പ്രിപ്പറേഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിന്മിനിയോട് ചോദിക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കണേന്ന്. മന്തി റൈസ് വെച്ച് എങ്ങനെ മുട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും? വെച്ച് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിനായി ആദ്യം മുട്ട നന്നായി ചിക്കിയെടുക്കുക. ശേഷം പാനിൽ എണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ വഴറ്റുക. അതിലേക്ക് സവാളയും ക്യാരറ്റും ചേർത്ത് വഴറ്റുക. വേവിച്ച മന്തി റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ചിക്കി വെച്ച മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്ത് ചൂടോടെ വിളമ്പാം. നമ്മുടെ മിന്മിനി ചേച്ചി നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം റെഡി ആവാറുള്ളൊരു റെഡി ആയിട്ടുണ്ട് അല്ലേ ചീന? ഏകദേശം ലെവലായിട്ടുണ്ട് ക്വാണ്ടിറ്റി. നമ്മുടെ മന്തി ഫ്രൈഡ് റൈസ് റെഡിയാണ്. മക്കളെ സോസ് ഊട്ടി പിടിച്ച സാധനം സെറ്റാണ്. ഇപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ജിമ്മിനി അമ്മായി പറഞ്ഞു തരും ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സാധനം സൂപ്പറാണ്.